നമസ്കാരം. നല്ലൊരു ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് 5 പച്ചമുളക്, 10 വെളുത്തുള്ളിയുടെ അല്ലി, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം. ആദ്യമായി ഇത് മൂന്നും ഒന്ന് ചതച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ, ഓവറായിട്ട് അരഞ്ഞു പോവരുത്. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് കറിക്കൊക്കെ കട്ട് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 50 ഗ്രാം വീതമുള്ള 20 പീസുണ്ട്. ഇതുപയോഗിച്ച് 5 മുതൽ 6 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് 5 ലിറ്ററിന്റെ ഒരു പ്രഷർ കുക്കറാണ്. ബീഫ് വേവിക്കുന്ന ഈ കുക്കറിൽ തന്നെ ബിരിയാണി ദം ചെയ്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അല്പം വലിയ പ്രഷർ കുക്കർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ പ്രഷർ കുക്കർ ഇല്ലെങ്കിൽ ദം ചെയ്യുന്നത് മറ്റൊരു പാത്രത്തിലാക്കിയാലും മതിയാകും. ഇനി ഇതിലേക്ക് ഉപ്പ് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 2 ടീസ്പൂൺ. പല കറികൾക്കും ബിരിയാണികൾക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതായി കുരുമുളക് പൊടി 1 ടീസ്പൂൺ, നാരങ്ങാനീര് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ, മീഡിയം പുളിയുള്ള തൈര് 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ. അടുത്തതായി നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അവസാനമായി ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചോപ്പ് ചെയ്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ചേർത്ത മസാലപ്പൊടികളും മറ്റ് ഇൻഗ്രീഡിയൻസും ബീഫിൽ നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി മിക്സ് ചെയ്യാൻ. ഇനി ഇത് 2 മണിക്കൂർ നേരം അടച്ച് മാറ്റി വയ്ക്കുക. റെഫ്രിജറേറ്ററിൽ വെക്കുന്നതായിരിക്കും നല്ലത്. തിരക്കിലാണെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഇത് 5 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലിയ സവോളയാണെങ്കിൽ 4 എണ്ണം മതി, ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കുക. ഇത് പുതിനയില അഥവാ മിന്റ് ലീവ്സ് ചോപ്പ് ചെയ്തത് 1/2 കപ്പ്. ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തത് 1/2 കപ്പ്. ഇനി ഇത് രണ്ടും കൂടി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇത് 3 കപ്പ് ബിരിയാണി അരി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ബിരിയാണി റൈസും ഉപയോഗിക്കാവുന്നതാണ്. മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബീഫ് ഇപ്പോൾ 2 മണിക്കൂർ നേരമായിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. വേവാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. പിന്നീടുള്ള 4-5 വിസിൽ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നതുവരെ ഏകദേശം 15-20 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് വിസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാനിൽ 5 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർക്കുക. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ റൈസും വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അല്പം വലിപ്പമുള്ള പാൻ ഉപയോഗിക്കുക. എണ്ണയും നെയ്യും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കാഷ്യൂനട്ട് ചേർത്ത് ഇളക്കുക. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കാഷ്യൂനട്ട് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ അല്പം ഉണക്കമുന്തിരി ചേർക്കുക. വീണ്ടും 15-20 സെക്കൻഡ് നേരം കൂടി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഉണക്കമുന്തിരി ഇതുപോലെ ഒരു ബലൂൺ പോലെ നന്നായിട്ട് വീർത്തു വന്നു കഴിയുമ്പോൾ രണ്ടും എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യത്തെ കുറച്ചു നേരം, അതായത് സവോള ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. പിന്നീട് ഇതുപോലെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ഇനി അല്പനേരം കൂടി ഇത് എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോകും. പിന്നീട് സവോള ഫ്രൈ ചെയ്ത ഈ എണ്ണയിൽ നിന്നും പകുതി എണ്ണ കോരി മാറ്റി വയ്ക്കുക.
വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ബാലൻസ് ഉള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 10 എണ്ണം, കറുവാപ്പട്ട 3 ഇഞ്ച് നീളമുള്ള പീസ്, ബേ ലീഫ് 1 എണ്ണം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 10-15 സെക്കൻഡ് നേരം മാത്രം ഇതൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് അരി വേവിക്കുന്നതിനായി 4.5 കപ്പ് വെള്ളം ചേർക്കുക. 1 കപ്പ് അരി വേവിക്കാൻ 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് നാരങ്ങാ നീര് 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 2.5 ടീസ്പൂൺ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇത് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കഴുകി വെച്ചിരുന്ന അരി ചേർക്കുക. ശ്രദ്ധിക്കുക, അരി കഴുകിയ ശേഷം വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞ ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ, അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് മാറിപ്പോവും. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇതിനുള്ളിലെ വെള്ളം വറ്റുന്നതുവരെ വേണം വേവിക്കാൻ. അതിന് ഏകദേശം 7 മിനിറ്റോളം സമയമെടുക്കും. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിനുള്ളിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് അടച്ച് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാൻ വയ്ക്കുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു മാറ്റി വെച്ചിരുന്ന സവോള ഫ്രൈ ചെയ്ത എണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയുടെ 1/4 ഭാഗത്തോളം ചേർക്കുക. ബാക്കിയുള്ളത് നമുക്ക് ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഏകദേശം 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം അല്പം ഒന്ന് വറ്റി ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഈ ഒരളവിൽ ഗ്രേവി ഉണ്ടായിരിക്കണം. കുറവാണെങ്കിൽ അല്പം തിളയ്ക്കുന്ന ചൂടുവെള്ളം ഒഴിച്ച് കൂട്ടിയെടുക്കുക. ഗ്രേവി കൂടുതലാണെങ്കിൽ കുറച്ചു നേരം കൂടി തിളപ്പിച്ച് വറ്റിക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയുടെയും പുതിനയിലയുടെയും 1/4 ഭാഗത്തോളം ചേർക്കുക. അതിനു മുകളിലേക്ക് വേവിച്ചു വെച്ചിരുന്ന റൈസിന്റെ പകുതിയോളം നിരത്തുക. റൈസ് ഇതുപോലെ നിരത്താനേ പാടുള്ളൂ, താഴേക്ക് പ്രസ് ചെയ്യരുത്. പകുതി റൈസ് നിരത്തിയതിനു ശേഷം അല്പം മല്ലിയിലയും പുതിനയിലയും വിതറുക. അതോടൊപ്പം തന്നെ അല്പം ഫ്രൈ ചെയ്ത സവോളയും. പിന്നീട് ബാലൻസ് ഉള്ള റൈസ് ഇതിനു മുകളിലേക്ക് നിരത്തുക. അവസാനമായി ഏറ്റവും ടോപ്പിലും മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്തെടുത്ത സവോള നിരത്തുക. ഏറ്റവും മുകളിലായിട്ട് ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും നിരത്തുക. ഇനി ഇത് സ്റ്റൗവിന്റെ ഏറ്റവും ചെറിയ ബേണറിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് ദം ചെയ്തെടുക്കണം. തീ കൂടിപ്പോയാൽ ബിരിയാണി കരിഞ്ഞു പോകും. പ്രഷർ കുക്കർ വിസിലില്ലാതെ അടപ്പ് മാത്രം ഉപയോഗിച്ച് അടച്ചു വെക്കുക. ഏകദേശം 12-13 മിനിറ്റ് നേരം ഇങ്ങനെ ദം ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. വീണ്ടും അരമണിക്കൂർ നേരം കൂടി തുറക്കാതെ മാറ്റി വയ്ക്കുക. പിന്നീട് പ്രഷർ കുക്കർ തുറന്ന് ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. സാധാരണ ബിരിയാണികളൊക്കെ സെർവ് ചെയ്യുന്നത് പോലെ തന്നെ സാലഡിനും അച്ചാറിനും പപ്പടത്തിനുമൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ ബീഫ് ബിരിയാണി തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.